വിശദമായ വാർത്തകളിലേക്ക് വരാം. പത്തനംതിട്ട ഇലവന്തിട്ടയിൽ 60ഓളം പേർ പീഡിപ്പിച്ചുവെന്ന് കൌൺസിലിംഗിൽ കായിക താരത്തിന്റെ മൊഴി. CWCയുടെ കൌൺസിലിംഗ് റിപ്പോർട്ട് പ്രകാരം പോലീസ് കേസെടുത്തു. 2 പോക്സോ കേസിലായി 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. 13 വയസ്സ് മുതൽ 5 വർഷക്കാലം പീഡനത്തിനിരയായി എന്നാണ് പെൺകുട്ടി മൊഴി നൽകിയത്. പ്രവീൺ പുരുഷോത്തമനുണ്ട് പത്തനംതിട്ടയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി. പ്രവീൺ, ഏറെ ഞെട്ടിപ്പിക്കുന്ന വിവരമാണ്, അതീവ ഗുരുതരമായ വിഷയം കൂടിയാണിത്. എന്താണ് മൊഴിയുടെ വിശദാംശങ്ങൾ? ഏതു തരത്തിലാണ് പോലീസിന്റെ ഇടപെടൽ? അപർണ, ഇപ്പോൾ പത്തനംതിട്ട ഇലവന്തിട്ട പോലീസാണ് 2 പോക്സോ കേസുകളിലായി 5 പ്രതികളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ റാന്നി കോടതിയിൽ ഈ 5 പ്രതികളെയും ഹാജരാക്കിയിട്ടുണ്ട്. പെൺകുട്ടി 13 വയസ്സ് മുതൽ പീഡിപ്പിക്കപ്പെട്ടു എന്നാണ് മൊഴിയിൽ പറയുന്നത്. ഇപ്പോൾ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടുണ്ട്. കായിക താരമായിട്ടുള്ള പെൺകുട്ടിയാണ് പരാതിക്കാരി. ഈ പീഡന വിവരം ആദ്യം അധ്യാപകരോടും ഒപ്പം തന്നെ ഒരു സന്നദ്ധ സംഘടനാ പ്രതിനിധികളുമാണ് ഈ പെൺകുട്ടി പങ്കുവച്ചത്. അതിനുശേഷം അധ്യാപകർ CWCയെ വിവരം അറിയിച്ചു. CWC ഈ പെൺകുട്ടിക്ക് കൗൺസിലിംഗ് നൽകി. 2 ആഴ്ചയോളം ഈ കൗൺസിലിംഗ് നീണ്ടു നിന്നിരുന്നു. ഈ കൗൺസിലിംഗിനിടെയാണ് 60ഓളം പേർ തന്നെ വിവിധ കാലയളവിലായി പീഡിപ്പിച്ചതായി പെൺകുട്ടി മൊഴി നൽകിയത്. പിന്നീട് CWC അധികൃതർ ഈ കൗൺസിലിംഗ് റിപ്പോർട്ട് തയ്യാറാക്കി. അത് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിക്കും ഒപ്പം തന്നെ സ്റ്റേറ്റ് നോഡൽ ഓഫീസർക്കും വനിതാ നോഡൽ ഓഫീസർക്കും കൈമാറിയിരുന്നു. അങ്ങനെ ഇലവന്തിട്ട പോലീസ് സ്റ്റേഷനിലും ഒപ്പം തന്നെ പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിലും കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് 5 പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഇത് പെൺകുട്ടിയുടെ വീട്ടിലും ഒപ്പം തന്നെ വിദ്യാലയത്തിലും കായിക പരിശീലന കേന്ദ്രത്തിലും വെച്ച് പീഡിപ്പിക്കപ്പെട്ടു എന്നാണ് പെൺകുട്ടി കൗൺസിലിംഗിനിടെ മൊഴി നൽകിയത്. ഈ കൗൺസിലിംഗ് റിപ്പോർട്ട് പ്രകാരമാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ 60ഓളം പേർ ഉള്ള ഒരു സാഹചര്യത്തിൽ, ഈ പ്രതികളായിട്ട് 60ഓളം പേർ ഉള്ള സാഹചര്യത്തിൽ ജില്ലയിലെ മറ്റ് പോലീസ് സ്റ്റേഷനുകളിലും ഇനി വരും ദിവസങ്ങളിൽ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും ഇപ്പോൾ 60ഓളം പേരുടെ പേര് വിവരങ്ങൾ അത് കൃത്യമായി പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. ഇലവന്തിട്ട പോലീസ് സ്റ്റേഷനിൽ ഒരു പോക്സോ കേസിൽ 4 പ്രതികളെയും മറ്റൊരു പോക്സോ കേസിൽ 1 പ്രതിയെയുമാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അവരുടെ പേര് വിവരം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പ്രക്കാനം സ്വദേശിയായിട്ടുള്ള സുബിൻ 24 വയസ്സ്, മറ്റൊരു പ്രതി 30കാരൻ സന്ദീപ്, മറ്റൊരു പ്രതി 30 വയസ്സുള്ള വിനീത്, 21കാരൻ അനന്തു, ഒപ്പം തന്നെ സുധി, ശ്രീനി എന്ന വിളിപ്പേരുള്ള സുധി എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇവരെയാണ് ഇപ്പോൾ റാന്നി കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ളത്. ഏതായാലും പത്തനംതിട്ട DVSPയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. ഇത് കായിക താരമായതിനാൽ തന്നെ കായിക അധ്യാപകർക്കെതിരെയും ഒപ്പം തന്നെ മറ്റ് കായിക താരങ്ങൾക്കെതിരെയും സഹപാഠികൾക്കെതിരെയും ഈ പെൺകുട്ടി മൊഴി നൽകിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും CWC അധികൃതരുടെ കൗൺസിലിംഗ് റിപ്പോർട്ട് പ്രകാരമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. പോലീസ് ഇപ്പോൾ വിശദമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് പോയിട്ടുണ്ട്. 5 പ്രതികളെ മാത്രമാണ് ഇപ്പോൾ പിടികിട്ടിയിട്ടുള്ളത്. അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി റാന്നി കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഗുരുതരം ആയ ഒരു വാർത്തയാണ് പ്രവീൺ പങ്കുവച്ചത്.